ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ രസം തയ്യാറാക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്ങനെയാണ് രസം തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പീസ് വലിയ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 10 ചെറിയ ഉള്ളിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു തക്കാളി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലാണ് പുളി എടുത്തിരിക്കുന്നത്. അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 15-20 കുരുമുളകും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഈ രസത്തിന് ടേസ്റ്റ് കൂട്ടുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്